ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഷവർമ്മയാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദയിൽ അല്പം ഈസ്റ്റും പഞ്ചസാരയും അതുപോലെ ഉപ്പും ചേർത്ത് ചപ്പാത്തി പരുവത്തിന് കുഴച്ച് ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി കെട്ടിവെച്ചിട്ടുണ്ട്. കാറ്റ് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ മാരിനേറ്റ് ചെയ്യും പോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇവയെല്ലാം ഇട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അല്പം ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം ആ ചിക്കൻ തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി അതിനുള്ളിൽ വെക്കാൻ വേണ്ടി ഞാൻ ലെറ്റസും അതുപോലെ തന്നെ ക്യാരറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ അല്പം മയോണൈസിനകത്തിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. മയോണൈസിനകത്ത് ഞാൻ സാധാ മയോണൈസിനകത്ത് ഒരല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി, അതുപോലെ അല്പം നാരങ്ങ നീരും അല്പം ഓയിലും കൂടി ഒഴിച്ച് ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതാണ് ഞാൻ മയോണൈസായിട്ട് ഇതിനുള്ളിലിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. സാധാ ചപ്പാത്തി പരത്തും പോലെ പരത്തി അപ്പുറം ഇപ്പുറം പ്രസ് ചെയ്ത് നമുക്ക് കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. അവസാനമായിട്ട് ഒരു കുബൂസ് എടുത്ത് വെച്ചിട്ട് അതിൽ അല്പം കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. മയോണൈസ് വേണ്ടവർക്ക് മയോണൈസ് ഒഴിച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ മയോണൈസിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാരണം ഓൾറെഡി നമ്മൾ വെജിറ്റബിൾസിനകത്ത് ഒഴിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. ശേഷം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി നമുക്കതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കാം. അവസാനമായി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് അല്പം കെച്ചപ്പും മയോണൈസ് വേണ്ടവർക്ക് മയോണൈസും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ചുരുട്ടിയെടുക്കാം. നമ്മുടെ വീടുകളിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇത്. ഷവർമ്മയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ അധികം നേരം മാവ് കുഴച്ച് വെക്കാത്തത് കാരണം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലാതെ ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. അറ്റ്ലീസ്റ്റ് 4 മണിക്കൂറെങ്കിലും നമ്മൾ ആ മാവ് കുഴച്ചിട്ട് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മൈദയുടേതായ ഒരിത് വരും. അത്ര ഉള്ളായിരുന്നു ഞാൻ ഉണ്ടാക്കിയതിലുള്ള പോരായ്മ. ബാക്കിയെല്ലാം കൊണ്ടും ചിക്കനും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.